ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളുടെ സ്വന്തം ട്രോൾ സീരീസിലാണ്. സോ നമ്മൾ MMGന്റെ വീഡിയോ നേരത്തെ ട്രോൾ ചെയ്തു, പിന്നെ കോപ്പിറൈറ്റ് ഒക്കെ അണ്ണാക്ക് വരി കിട്ടി, അങ്ങനത്തെ ഒക്കെ ഉള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞ ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറങ്ങാം. നമുക്ക് പുറത്തൊക്കെ പോയി നോക്കാം. മന്തികോട് അവന്റെ വീട് നന്നാക്കിയാ നമ്മളുടെ ഈ പുതിയ അംബാനിയൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞേ. MMG ആപ്പിളാണോ? ഹലോ ഹലോ വീട് ഞാനല്ല ട്രോളിയേ, ആ സ്മോക്കാണ് ട്രോളി, ഞാനൊന്നല്ല. എടാ അവന്റെ വീട് എവിടെയാ? നമ്മളുടെ പുതിയ അംബാനിയൊക്കെ വന്ന് ലൈബ്രറി ഇല്ലേ, പഠിപ്പും വിദ്യാഭ്യാസവും. അംബാനി വന്നാ? ഹലോ സാർ, ഹലോ സാർ. ചേട്ടന്മാരെ എന്നൊന്നും ചെയ്യല്ല, ഞാൻ പാവാ. പാവാണ്. പട്ടിക്ക് മൂത്തല്ലാന്നുള്ളൂ, വേറൊരു കുഴപ്പമില്ല. ഹാൻഡ്സ് അപ്പ്. അത് പിന്നെ ചേട്ടാ, ഇയാൾ എന്റെ വീട് കത്തിക്കാൻ നോക്കുന്നത്. എന്റെ പേര് ഗാങ്സ്ട്രോ. അല്ലെങ്കിൽ കണ്ട ഞങ്ങളെ വില കത്തിയണ്ട. പേരെന്താ ചേട്ടാ? ചേട്ടാ, ഞാൻ കുട്ടിയെ വന്നു ചേട്ടാ. എന്നെ ഇങ്ങനെ ആക്കുമേ, എന്നെ ഇങ്ങനെ സ്വീകരിക്കുന്നു നിങ്ങള്. ചേട്ടാ അമ്പൂട്ട് ചേട്ടാ, നെല്ലത് കൊണ്ട് അവിടെ എന്തൊരു കാക്ക വറക്കണ്ട്. ഞാൻ ഒന്ന് പോയോക്കട്ടെ. ഇവിടെ കാക്ക അതാ കുരിച്ചൊക്കെ ഉണ്ട്. ഞാനൊന്ന് അയ്യോ, എന്റെ വീട്ടില് TNT. അയ്യോ, ഇവിടെ കുട്ടി എന്റെ വീട് പൊട്ടിച്ചേ. അയ്യോ, ഞാനല്ല ഞാനൊരു പാവാണ്. ഞാൻ വില്ലേജിൽ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നത്. എന്റെ വീട് പൊട്ടിച്ച്. 5-6 നിമിഷം നമുക്ക് നമ്മളുടെ അയ്യോ, നമുക്കൊരു 5-6 നിമിഷം വീണ്ടും വീടിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളല്ല ഇവിടെ, നിങ്ങളെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സിറ്റിയിലേക്ക് വന്നത്. എന്റെ സിറ്റിയാണ് ഒരു പുഴിഞ്ഞ് പാവപ്പെട്ട സിറ്റി. എനിക്ക് റിച്ചായി ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ഇങ്ങനെ കളിക്കുന്ന? ഞാനൊന്നും ചെയ്തില്ല. MMG കോഡ് അവനാണ് ഇവിടത്തെ ഗുണ്ട. 2 ഗുണ്ടകളുണ്ട്. 2 അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് മടിയാ. ഞാൻ ഇവിടുത്തെ പാവം. നിങ്ങൾ
ഞാൻ ഉണ്ടാക്കിയ റൈഡിലൊന്ന് കയറാം പാപ്പ. റൈഡ് അവിടെ എന്തെല്ലാം ഉണ്ട്? അല്ല ചേട്ടാ, ചേട്ടാ ഞാൻ ഒന്ന് കിടന്നുറങ്ങട്ടെ ചേട്ടാ, എനിക്ക് ഉറക്കമുണ്ട് ചേട്ടാ. രാത്രിയല്ലേ, രാവിലെ ആയിട്ട് നമുക്ക് പോവാ. അയ്യോ ഇനി കിടന്നുറങ്ങാൻ ഇവിടെ ഒരു സ്ഥലമില്ലല്ലോ ചേട്ടാ. ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ എന്തെങ്കിലും പറയാൻ ഞാൻ പറഞ്ഞു. ഇത് ആരടാ? ഇവിടെ ഒരു കുറച്ച് റൂമൊക്കെ കൊടുക്കണ്ടേ വാടകയ്ക്ക്. അപ്പൊ ബ്രോ അങ്ങോട്ട് വാ. എന്ത് തീറ്റയാടാ പൊട്ടിക്കണേ? ആ ചേട്ടാ ഞാൻ വന്നു ചേട്ടാ. അതാ ഇവിടെ അങ്ങനെ വാടക. എന്റെ പുള്ളിയാണ് അവനിപ്പോ ഇല്ല. ഞാൻ വിളിച്ചു പറഞ്ഞോണ്ട് അവൻ ഇവിടെ നിന്ന് എനിക്ക് റൂം വരും. ഹൈസ്ത്ര നീ ഇവിടെ കിടന്നോ. നീ നേരത്തെ ബുക്ക് ചെയ്തല്ലേ, അംബാനിയൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്ത്. ഞാൻ ഇവിടെ നോക്കിയപ്പോ നിന്റെ പേര്. ചേട്ടാ അംബാനിനേക്കാൾ പണക്കാരനാണ്. ₹5 മറിക്കാൻ കാട്ടിയാ. ₹5 മറിക്കാൻ കാട്ടിയാ. ₹5 മറിക്കാൻ താ. സൈൻ ബോർഡിന്റെ മുകളിൽ എഴുതി കാണിക്കാൻ എനക്കൊന്നും കേൾക്കുന്നില്ല. ഓ നല്ല ഫ്ലാറ്റ്, അടിപൊളി ഫ്ലാറ്റ്, അടിപൊളി ഫ്ലാറ്റ്. ഓ ഇതല്ലേ ബ്രോന്റെ? ഇത് ഞാൻ എന്റെ ഇവിടുത്തെ ആളെ പേരാണ് ശേഖരൻ പിള്ള. ആ ശേഖരൻ പിള്ളന്റെ ഏട്ടന്റെ അനിയന്റെ മോന്റെ അച്ഛന്റെ ചേച്ചീന്റെ ഭർത്താവിന്റെ അനിയന്റെ ചേച്ചീന്റെ മോന്റെ ബന്ധുവിന്റെ അയൽവാസിന്റെ കുടുംബക്കാരനാണ് ഞാൻ. ഓ വളരെ അടുത്ത ബന്ധാണല്ലോ. പിന്നെ ബ്രോ സിറ്റി ഒന്ന് കാണിച്ചോ ചേട്ടാ. ചേട്ടാന്ന് വിളിച്ചു. ചേട്ടാ ഇതൊന്നും അവിടെ നിന്റെ വീടൊന്ന് കാണിച്ചു തരുമോ? പ്രഷർ പ്ലേറ്റ് വെച്ചിട്ടുണ്ടേ. പ്രഷർ പ്ലേറ്റ് വെച്ചേനോ? അയ്യോ ഇത് പക. ഈ പകേന്റെ ഇടക്ക് എന്തിനാടോ എന്റെ വീട് പൊട്ടിച്ചേ? ചേട്ടാ ഡിപ്രഷനാണോ? ആ പറഞ്ഞു പോ ചേട്ടാ, പ്രശ്നമില്ല ചേട്ടാ, നമുക്ക് പുതിയൊന്നും ഉണ്ടാക്കാം ചേട്ടാ. ചേട്ടന്റെ ബൂട്ടാടെ ചേട്ടാ. ചേട്ടാ ആർമറും പോയാ ചേട്ടാ? ഹലോ TNT ചേട്ടാ, വീണ്ടും TNT പൊട്ടിച്ച്. അയ്യോ എന്റെ വീട് ചേട്ടാ കരേണ്ട ചേട്ടാ. ചേട്ടന്റെ വീട് തന്നെ, വേറെ സംശയമൊന്നുമില്ല ചേട്ടാ. വെട്ടിയിട്ട ബാളപ്പന്ത് പോലെ. ഞാൻ മാത്രല്ല കേൾപ്പൊക്കെ പൊട്ടിച്ചത് ഇവിടെ പത്രത്തിലുള്ള. ഞാൻ മുൻപത്തെ ഇന്നൊന്ന് അല്ല ഇതിന്റെ ഇടക്ക് എന്റെ വീട് എന്തിനാ പൊട്ടിച്ചേ? ഞാനങ്ങ് ഏതോ കാട്ടുന്ന് വരുന്നതാവനെ. ഇച്ചിരി റിച്ച് ആയിട്ടില്ല എന്റെ വീട് എന്തിനാ നിങ്ങൾ പൊട്ടിച്ചേ? അത് ഇവിടെ വരുമ്പോഴൊരു ചടങ്ങാണത് ചേട്ടാ. മൈൻക്രാഫ്റ്റിലെ ടൈറ്റാനിക് മുങ്ങി. അത് ഇവിടെ ഒരുത്തം വന്നിരുന്നു. എന്നിട്ട് ഇവന്റെ ഇതൊക്കെ ക്രാഷായി. ഇവിടെ കപ്പലൊന്ന് ക്രാഷ് ഞങ്ങൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയി. എന്നിട്ട് ഹോസ്പിറ്റലിൽ കിടന്നുണ്ടെങ്കിൽ
സംതിങ് പറഞ്ഞ അവസാനം അവനക്ക് തലക്ക് രണ്ടടി കൊടുത്തപ്പോ തലക്ക് പാറിപ്പോയി. പിന്നെ അതിന് ശേഷം പിന്നെ നല്ല ചെറുക്കാണ് അവൻ പെരുമാറുന്നത്. അപ്പൊ ഓന്റെ വീട് എവിടെയാന്നൊക്കെ മറന്നുപോയി. അപ്പൊ ഓനെ ഞങ്ങൾ ഇവിടെ താമസിപ്പിച്ചേ. ഓൻക്കായിട്ട് ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഓൻ അവിടെ വീടുണ്ടാക്കാൻ ശരി എന്നാ അല്ല ചേട്ടാ പോക്കിന്റെ വീട് നിങ്ങൾ നോക്കി പോയി. ചേട്ടാ സ്മോക്കിന്റെ വീട്ടിൽ ചേട്ടാ നോക്കണ ഇത് കാണുന്നുണ്ടോ? സനില്ലേ MMG കൂടെ ലെഫ്റ്റ് ആയി നമുക്കൊരു പണി കൊടുക്കണം. മോനെന്തെ ബിൽഡ് ഉണ്ട് അവിടെ? മോനെന്തെ ബിൽഡ് ഉണ്ട് അവിടെ? അതൊക്കെ ഞാൻ പൊട്ടിച്ച്. നിങ്ങളെവിടെയല്ലേ? അതാ സ്മോക്കിന്റെ വീടിന്റെ അവിടെ. നോക്കാതെ പറക്കുന്ന ഒരു കാക്ക മൈൻകട്ടി എങ്ങോട്ടാ ചേട്ടാ? നമുക്ക് വേറൊരു ബിൽഡ് പൊട്ടിക്കണം ചേട്ടാ. അയ്യോ ചേട്ടാ ചേട്ടാ ഒരു ട്രോള് കൊടുക്കണം ചേട്ടാ. ഒരു റൈഡും വേണ്ട, നമുക്കൊരു പണി കൊടുക്കണം. ഒരു പണി കൊടുക്കണം ചേട്ടാ. ഐ മീൻ മിസ്റ്റർ തങ്കപ്പനെ വിളിക്കണേ. തങ്കപ്പനാ? അതൊരു ബ്ലോക്ക് കിട്ടിയ തങ്കപ്പൻ രാജപ്പനെ വിളിക്ക. ചേട്ടാ എന്റെ വീട് മനസ്സിലാവില്ലല്ലോ. എന്റെ വീട് ചേട്ടന്റെ വീട് ചേട്ടന്റെ വീട്. അയ്യോ വീട് പോയാലേ എനിക്ക് പ്രശ്നമില്ല. ഞാൻ കണ്ട് ഇത്രയും നേരം ഇരുന്ന് മോങ്ങി. എന്ത് പ്രശ്നമായി? വീട് ഇത് പൊട്ടും പൊട്ടാതിരിക്കും. നമ്മളെ കഷ്ടപ്പാടൊക്കെ പോയും വരും. പടക്കണ്ടോ എന്റെ അടുത്ത്? ചേട്ടാ പടക്കണ്ടോ? പടക്കം പടക്കെന്താ? അയ്യോ ചേട്ടാ ഞാനിവിടെ ഒറ്റക്കായി പോയോ? ഞാനെല്ലാം ഉപയോഗിച്ച് പോയി. ഞാനെല്ലാം പൊട്ടിക്ക്. യശുവിന് പടക്കം എടുത്താ ആ പടക്കം ഇല്ലാത്തോണ്ട് ഞാനത് ഈ പടക്കല്ല ചേട്ടാ, പറക്കുന്ന പടക്കോ, ഫയർ വർക്ക് റോക്കറ്റ് അതൊക്കെ. ഓക്കെ ചേട്ടാ, താങ്ക് യു ചേട്ടാ. അങ്ങ് ഇട്ട് ചേട്ടാ, അങ്ങ് പോരട്ടെ മാറട്ടാ. അത്രണ്ണോ ചേട്ടാ? എന്നെ കുറച്ച് കാണില്ല. എന്റെ അടുത്ത് ഇപ്പൊ പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ട്. പക്ഷെ എനിക്കിപ്പോ പോവാൻ മടിയായിട്ടാണ്. എന്റെ ബോഡി ഗാർഡ്സ് എല്ലാം എത്തുന്നാളൂ ചേട്ടാ. അതുകൊണ്ട് ചേട്ടൻ ഒന്ന് ഇച്ചിരി പടക്കം വാങ്ങിച്ചോണ്ടോ. ഞാൻ വേണമെങ്കിൽ ഡയമണ്ട്സ് തരാം. നമുക്കൊരു റോള് ഉണ്ടാക്കാം. നമുക്കൊരു റോളർ കോസ്റ്റർ പോലെ. എന്നിട്ട് അതിന്റെ ഉള്ളിൽ കയറിയില് ലാവേക്ക് വെക്കും. അങ്ങനെയുണ്ട്. ലാമ്പ് വേണ്ട ചേട്ടാ, അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡാ ചേട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, വേറെന്തേ വിളിക്കാം. പണ്ടൊക്കെ ബ്രോ എടുക്കൂലേ? പണ്ടൊക്കെ ബ്രോ എടുക്കും, എനിക്കറിയാം. ഫണ്ട് ഞാൻ എടുത്തോളാം. എന്താ പ്രശ്നം? ചേട്ടന്റെ പണി എന്താ? പണിയില്ലാതെ പണി എന്താ? എനിക്ക് ഞാൻ ജനിച്ചപ്പോഴേ ഞാൻ റിച്ച് ആയതുകൊണ്ട് എനിക്ക് വലിയ പണിയൊന്നുമില്ല. ഞാനതാ വെറുതെ ഇങ്ങനെ നാട്ടില് തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. അപ്പൊ എല്ലാരും പോലൊക്കെ തന്നെയല്ലേ? ഏകദേശം അല്ല, അതന്നെയാണ്. ചേട്ടാ മറ്റേ MMG ഗോഡ് എന്ന് പറഞ്ഞ ആളെ വീട് എവിടെയായിരുന്നു ചേട്ടാ? വീടിന്റെ സ്ഥലം വീടിന്റെ സ്ഥലം നമ്മൾ ആ റോളർ കോസ്റ്റർ കാണുന്നുണ്ടോ? റോളർ കോസ്റ്റർ എല്ലാ സ്ഥലത്തൊന്നും കാണുന്നുണ്ട്. അതിന്റെ തുടക്കത്തിലോട്ട് വരിക. ആ തുടക്കത്തിലെത്തി. അയ്യോ ഇതല്ലല്ലോ തുടക്കോ, ഇത് ഒടുക്കല്ലേ? എവിടെ എന്നാ ഞാൻ പോയി കുറച്ചെടുത്തിട്ട് വരാം.
ചേട്ടാ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് MMG ഗോഡിന്റെ സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു വീടുണ്ടാക്കി വെക്കാം. MMG ഗോഡ് എന്നോട് പറഞ്ഞ ഒരു വീടുണ്ടാക്കി തരാം. അപ്പോ MMG ഗോഡ് ചെന്ന് പറയുക ഇവിടെ തന്നെ ഇവിടെ ഒരു വീടുണ്ടാക്കും. ഉള്ളിൽ കയറി വെക്കുമ്പോ MMG ഗോഡ് ജെറിക്കോർക്ക് വേണ്ടി വീടുണ്ടാക്കിയത്. ഉള്ളിൽ കയറി വെക്കുമ്പോ ഫുള്ള് TNT അടിയിൽ പ്രഷർ പ്ലേറ്റ് വെച്ചിട്ട് ഈ ഐലൻഡ് ഇല്ലാത്തുള്ള ഒരു ബ്ലോക്ക് പോലും വെക്കാൻ നിൽക്കണം. ഓക്കെ, നമുക്ക് TNT ഒരു വീടുണ്ടാക്കിയല്ലോ. നമുക്ക് TNT ഒരു വീട്. ചേട്ടാ ഇവിടെ TNT വീട് വേണ്ട, സാധാ ഒരു വീടുണ്ടാക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ പ്രഷർ പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് MMG ഗോഡിന് ഗിഫ്റ്റ് ആയി കൊടുത്തതാന്ന് പറയും ഞാൻ. ഗിഫ്റ്റ് ബൈ ഞാനാന്ന് പറയും. എന്നിട്ട് അത് ചെയ്യാം നമുക്ക്. അവിടെ കീബോർഡ് അടിച്ചോണ്ടി ഞാൻ നിങ്ങൾക്കൊരു രഹസ്യം കാണിച്ചു. ഒന്നിനില്ല, നമുക്ക് നേരെ നമ്മളെ ബേസിൽ പോവാം. അവൻ ആ എമറാൾഡും കൊണ്ട് പോയിക്കോട്ടെ. ഞാൻ പരീക്ഷണം ചെയ്ത് കുറെ സോംബി അപ്പോക്ലിപ്സ് ഞാൻ അവിടെ വെട്ടാൻ കാരണം തന്നെ എന്നോട് വേറെ സിറ്റിയിലുള്ള ആൾക്കാർ പറഞ്ഞ് ഞാൻ അവിടെ സോംബി അപ്പോക്ലിപ്സ് വരുത്തിയാൽ എനിക്ക് കുറേ പൈസ തരാമെന്ന്. അപ്പോൾ ഞാൻ കുറേ പൈസ ഉണ്ടാക്കി എൻ്റെ അടുത്ത്. ഞാൻ ശരിക്കും പറഞ്ഞ അമ്മേനെ കാട്ടിയുള്ള പൈസക്കാരനാണ്. സോ ഇതാരോടും പറയരുത്. അവരുടെ അടുത്ത് പൈസ കിട്ടുന്നില്ല, ഗൂഗിൾ പേയിലാണ് പൈസ ആയിട്ടൊന്നുമില്ല തന്നെ. അവരിങ്ങനെ കുറച്ച് ചിഹ്നങ്ങളായിട്ടാണ് തന്നെ. ഞാൻ ഈ ടെസ്റ്റിലില്ല, കുറച്ചൊക്കെ ഞാനിതാ ഈ ടെസ്റ്റിൽ ഞാന് ആ ചെയ്തെടുത്ത് പണിക്ക് ഒരുങ്ങി തന്നാണ്. അവര് നമ്മളെ ഒന്ന് റിച്ച് ആക്കേണ്ട. ഇതാരും അറിയാതെ കാനാണ് ഞാൻ ഇപ്പൊ പാവപ്പെട്ടവനോ അഭിനയിക്കുന്നത്. ഇതാരും അറിയാലോ. പാവപ്പെട്ട ഞാൻ പാവാണ്. ഇതെന്നോ എന്റെ പറ്റി ആർക്കും തരില്ല. ഇതിനെക്കാട്ടും വലിയ ഞാൻ കുറെ കണ്ടില്ല. അതുകൊണ്ട് ഇതിന്റെ അടുത്തോ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ റിസർവ് ബാങ്ക് റോബർ ചെയ്യാൻ പോകുമ്പോ അവിടെ തന്നെ ഉണ്ടാവും നിക്കാരാ. അതെങ്ങനെ അറിയാ? അയ്യോ, നാട്ടുകാരെ ഓടിയായിരുന്നു വീടിന് തീ പിടിച്ച്. അയ്യോ ഞാൻ പോട്ടെ. അല്ല, വീടിനല്ല, എനിക്കാണ് തീ പിടിച്ചത്. തീ പിടിച്ചേ ലാബിലൊന്നും പറ്റിയിട്ടില്ല. ലാബില് കുറെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കുറെ ജീവികളുണ്ട്. അതൊക്കെ പുറത്തേക്ക് എന്നുള്ള അവസ്ഥ എന്താ അറിയാലോ. അതുകൊണ്ട് എന്റെ വീട്ടിൽ അധികം TNT കളിക്കണ്ട. ഹെയ്സ്ത്ര, നീ നിന്റെ വീട് റെഡി ആക്കിക്കോ. അവിടെ അങ്ങോട്ട് പോരുത്, അവിടെ പോരുത്. റെസ്ട്രിക്റ്റഡ് ആണ്, അങ്ങോട്ട് പോകാൻ പാടില്ല. മാസ്ക് എല്ലാം ധരിച്ച് ശ്വാസം മുട്ടുള്ളൂ. അതിനെക്കാട്ടി ഇങ്ങനെ ഡ്രാഗൺ ഇട്ട പൊട്ട ഓംലെറ്റ് അടിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ അവിടെ വെച്ച എത്രയായിട്ടും പൊട്ടുന്നില്ല. ഞാൻ ചെറുതായിട്ട് ചട്ടിയുമ്പോ തൊടുമ്പോ തന്നെ അതാണ് ടെലിപ്പോർട്ടായി പോവാ. ഞാൻ ഇമ്മ പിടിച്ചിരിക്കുമ്പോ എൻ്റർമാനെ പോലെ ഞാനും എന്റെ ടെലിപ്പോർട്ടായി ഇങ്ങനെ തും തും എന്നൊക്കെ പറഞ്ഞാണ്ട്. പിന്നെ ഇവരാണ് സ്നിപ്പർ. കോഴി മുട്ട ചേട്ടാ ശരിക്കുള്ള ബുൾസൈ അടിക്കണം ഇങ്ങോട്ട്. അതാ കോഴിയല്ല മുട്ട ഇട്ട് കഥ. അതല്ല, ആനൊക്കെ വിട്ടാ 3 കാല്. ആനക്ക് 3 കാലാ? അയ്യോ, ഇത് 6 കാലില്ലേ ചേട്ടാ? ഇതെന്നാ ചേട്ടാ സംഭവം? വില്ലേജറിന് പനിയാന്ന് പറഞ്ഞാണ്ട് എന്റെ അടുത്ത് ഞാൻ ഇതിനെ കൂട്ടി പിടിച്ചിട്ടു. അയ്യോ, എന്നെ അങ്ങനെ പിടിച്ചിട്ടോ? ഇല്ല, ഞാൻ പോണയ്യോ. അടുത്ത കൂട്ടിൽ ഞാനായിരിക്കും ദൈവമേ. പറയാൻ പറ്റില്ല. ഇതെന്താ ഒരു സംഭവം കൂടി കാണിച്ചരാം. എന്നെ കൂട്ടുപിടിച്ചിടാനുള്ള പരിപാടിയല്ലേ? സത്യം പറ. ഇല്ല,
അന്നെ കൂട്ടിപ്പിടിച്ചിട്ട് എന്ത് കാര്യല്ലേ? ആ, കോഴി ശരിയാ. കോഴികൾ ആദ്യം തന്നെ ഉണ്ട്. ഇനിയിപ്പോ രണ്ടാമതായിട്ട് ഒരു കോഴിനെ വേണ്ട. എന്ത് ഓക്കെ, ഞാൻ ഈ അയൻകോളത്തിന് അയൻമാൻ ആക്കാൻ വേണ്ടിട്ട് പരീക്ഷണം ചെയ്തിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ ചങ്ങായി ഒക്കെ അടയാൻ വേണ്ടിട്ട് ഇവന്റെ കൈ വലിച്ചു വിടാൻ പറ്റുന്നില്ല. എത്ര വലിച്ചൊന്നും പോരുന്നില്ല. എന്നിട്ട് ചെറുതായിട്ട് ഒരു ചുറ്റി എടുത്ത് അടിച്ചപ്പോ വലിയ കാൽമിൽ അവിടെ കാൽമിൽ ചെറിയ മുറിയാണ്ടോ. ഓരോന്ന് തുമ്മിയാൽ ഇനി തെറിച്ചു. അവന്റെ കാലിന്റെ ബാക്കിൽ ഒരു പച്ച സാധനം കണ്ടോ? അത് അത് ബാൻഡേജ് ആണ്. അവിടുത്തെ ഒരു കണ്ടെടുത്തിരുന്നു കണ്ടോ? അവന്റെ കാലിന്റെ ബാക്കിൽ ഒരു പച്ച സംഭവം കണ്ടോ? ബാൻഡേജ് എടുത്ത് കെട്ടിയതാണ്. അതിന്റെ ബാക്കിൽ നിന്ന് കുറച്ച് കണ്ടെടുത്ത്. എന്നിട്ട് ഞാനെടുത്ത് പരീക്ഷണം ചെയ്യുമ്പോ MMG കൂടെ ഒന്നാണ്ട് ബിസ്ക്കറ്റാന്ന് അറിയാണ്ട് അത് കടിച്ചു. എന്നിട്ട് അവൻ പറയാ നല്ല പുളിന്റെ ചോയാന്ന്. പിന്നെ ഇവനാണ് താമു. ഞാൻ സുധീന്റെ ആ ബേസിൽ നിന്ന് ഞാൻ സുധീന്റെ ബേസ് നാട്ടിൽ കൊണ്ടുവന്നേ. അപ്പൊ ആടെ ഉള്ളെന്നാ നിങ്ങൾ ക്ലോൺ ചെയ്ത് മറ്റേ മെഷീനിലിട്ടേരാൻ. അല്ല, സുധി അവിടെ കിടന്ന് താടി ഇങ്ങനെ ഷേപ്പാക്കിയിരുന്നു. അപ്പൊ ആ ഷേപ്പാക്കണതിന്റെ ഇടയിൽ നിന്ന് ഞാന് ചെറുതായിട്ട് താമൂനുണ്ട് വലിച്ചോണ്ടെന്ന്. എത്ര ലീഡ് പൊട്ടിയെന്ന് അറിയോ? 4 ലീഡ്. പിന്നെ അവനാണ് ഷീപ്പ്. ഒരു സത്യം പറഞ്ഞേ, സുധിക്ക് ശരിക്കും താടിയും മീശയില്ല, ഉമ്മറും പറ്റ കാര്യായിട്ടു. സത്യം പറഞ്ഞോ FTT കാണിച്ചെന്നല്ലോ. കെമിക്സിന്റെ അകത്തൊരു എപ്പിസോഡിന്റെ അകത്ത് ഓനൊരു മെഷീനിൽ കയറിയില്ലേ ആ താടി, ആ ആർട്ടിഫിഷ്യൽ താടി. അതിനുശേഷം അവന് പിന്നെ താടി മുളച്ചിട്ടേ ഇല്ല. ആ ആർട്ടിഫിഷ്യൽ താടി തന്നെ ഓനിപ്പോഴും ഉള്ളത്. സത്യായിട്ടു ഓനാരും ഡൗട്ട് അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ താടിക്കാരൻ എപ്പോഴും ഓൻ തന്നെ സ്വന്തമായി വിളിച്ചോണ്ടിരിക്കുന്നത്. ഐ മീൻ സുധി ഓൻ വിളിച്ചതിന് സോറി. അതല്ല, കെമിക്സ് കയറിയ ഒരാൾ എനിക്കറിയാം. മല്ലു വരെയെന്നറിയും. അതൊന്ന് ചോദിച്ചു നോക്കും. എനിക്കറിയാം. മോഡറേറ്ററാ. പിന്നെ മോഡറേറ്റർ ഞാൻ തന്നെയാ. മലയാളം ടെക്കീസ് ആയിക്കോട്ടെ. ഓക്കെ ബ്രോ. പിന്നെ ബ്രോ, ഇതാണ് അലേ. ഹലോ അതല്ല, ഞാൻ KGF കണ്ട് തലക്കേ ഞാൻ അങ്ങനെ പോയപ്പോ ധീര ശോകമായും ദീനമായി എന്നൊക്കെ പറഞ്ഞാണ്ട് ഇല്ലെന്താ അവിടെ റോക്കി ബായ് ഉണ്ടായിനെ. അവിടെ പെട്ട ആൾക്കാരെ രക്ഷിക്കുന്നു. എന്നിട്ട് അവരെ വീണ്ടും അവരെ പട്ടിപ്പണി എടുത്ത് അവിടെ തന്നെ ജീവിപ്പിക്കുന്നു. ബ്രോ എന്തിനാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്തോണ്ടെന്ന് ഞാൻ ഓടിയപ്പോ ഓടിക്കോട്ടിപ്പോ എന്റെ അടുത്തൊന്നുമില്ല. അയ്യോ എന്നാലും എന്റെ വീട് റിപ്പയർ ചെയ്തിട്ട് നിങ്ങളൊരു ചെറിയൊരു ആണ്. ഓക്കെ, സോ ഗൈസ്, നമ്മളെ വീഡിയോ എത്രയുള്ളൂ. നമ്മളുടെ വീട് പൊട്ടി, പിന്നെ നമ്മളുടെ വീടും പൊട്ടി. നമ്മളത് റീബിൽഡ് ചെയ്തു. നമുക്ക് MMG ചെയ്തിരിക്കുകയാണ്. MMG ഗോൾഡിനെ റിവെഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടിയില് ഒരു ലൈക്ക് ബട്ടനും പിന്നെ ഒരു സബ്സ്ക്രൈബ് ബട്ടനും കാണുന്നുണ്ടാവും. അത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഈ വീഡിയോന്റെ ഇടയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ചെയ്യണം. എനിക്കൊരു 10 എമറാൾഡ് അപ്പൊ ഞാൻ വേണമെങ്കിൽ അത്രയ്ക്കുള്ള നമ്മളെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ശരി എന്നാ.